നമസ്കാരം. 2025 കേന്ദ്ര ബഡ്ജറ്റിൽ മധ്യവർഗത്തിന് ആശ്വാസകരമായി ആദായ നികുതിയിൽ 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവരെ ഒഴിവാക്കിയതിനു ശേഷം ഇപ്പോൾ റിസർവ് ബാങ്ക് മുഖ്യ പലിശ നിരക്ക് 0.5% കുറച്ചു എന്ന വാർത്ത കൂടി വന്നിരിക്കുകയാണ്. റിപ്പോ നിരക്ക് 6.5-ൽ നിന്ന് 6.25 ആയി കുറച്ചിരിക്കുകയാണ്. എന്താണ് ഈ റിപ്പോ നിരക്ക് എന്ന് നോക്കിയാൽ, റിസർവ് ബാങ്കിൽ നിന്ന് മറ്റെല്ലാ ബാങ്കുകളും വായ്പ വാങ്ങുന്നതിനെയാണ് റിപ്പോ എന്ന് പറയുന്നത്. ഇതിന് ബാങ്കുകൾ ഇതുവരെ 6.5% പലിശ റിസർവ് ബാങ്കിന് നൽകി വരികയായിരുന്നു. അതിലാണ് ഇപ്പോൾ 0.5% കുറവ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഗുണമെന്താണ് എന്ന് നോക്കിയാൽ, ഇനി ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്നവർക്ക് പലിശയിൽ കുറവ് വരും എന്നതാണ്. ഭവന, വാഹന, വ്യക്തിഗത, കോർപ്പറേറ്റ്, സ്വർണ്ണപ്പണയം, കാർഷിക വായ്പ ഇവയുടെ എല്ലാം പലിശ നിരക്ക് ഇതോടെ കുറയും. ഈ നടപടിക്ക് കാരണമായത് ധനനയ രൂപീകരണ സമിതി എടുത്ത തീരുമാനമാണ്. നാണയപ്പെരുപ്പം നിയന്ത്രണ വിധേയമാക്കുക എന്നതാണ് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. നേരത്തെ 2020 റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചത്. പക്ഷേ അതിനുശേഷം നാണയപ്പെരുപ്പം കൂടുകയാണ് ഉണ്ടായത്. അതോടെ 6 തവണ പലിശ നിരക്ക് പല സമയങ്ങളിലായി വർദ്ധിപ്പിച്ചു. അവസാനം അത് 6.5% നിരക്കിൽ തുടരുകയായിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലായതോടെയാണ് ഇത്തരം നടപടിക്ക് തുടക്കമായത്. റിപ്പോ നിരക്ക് കുറച്ചതോടെ ബാങ്കുകൾക്ക് അവർ നൽകിയിട്ടുള്ള ലോണുകളുടെ പലിശയും കുറയ്ക്കുവാനാകും. വായ്പ എടുത്തവർക്ക് ഈ നേട്ടം 2 രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും. ഒന്ന്, വായ്പയുടെ മാസത്തവണ EMIയിൽ കുറവ് വരും. അല്ലെങ്കിൽ EMI കുറയ്ക്കാതെ തിരിച്ചടവിൻ്റെ കാലാവധി കുറയ്ക്കാം. EMIയിൽ അധികം വരുന്ന തുക മുതലിൻ്റെ ഭാഗമാകുന്നതിനാൽ കാലാവധി കുറയ്ക്കുന്നതാണ് കൂടുതൽ ലാഭകരമെന്നാണ് വിലയിരുത്തൽ. ഇതിൻ്റെ ഗുണം ലക്ഷക്കണക്കിന് ഇടത്തരക്കാർക്കാണ് ലഭിക്കുന്നത്. ലോൺ എടുത്തവർക്ക് ഈ നടപടി ആശ്വാസകരമായിട്ടുണ്ട്. പക്ഷേ സ്ഥിര നിക്ഷേപം നടത്തിയവർക്ക് ഇത് വിപരീത ഫലമുണ്ടാക്കും. പലിശ നിരക്ക് കുറയുന്നത് സ്ഥിര നിക്ഷേപക്കാരുടെ ആദായം കുറയ്ക്കും. ഉയർന്ന വിലക്കയറ്റ നിരക്ക് നിയന്ത്രിക്കുവാൻ റിസർവ് ബാങ്കിൻ്റെ മാർഗങ്ങളിൽ ഒന്നാണ് ഈ റിപ്പോ നിരക്കിൽ കുറവ് വരുത്തുക എന്നത്. വിലക്കയറ്റം ഉയർന്നു നിൽക്കുന്ന സമയത്താണ് സാധാരണ റിപ്പോ നിരക്ക് ഉയർത്തുന്നത്. റിപ്പോ നിരക്ക് ഉയർത്തുമ്പോൾ റിസർവ് ബാങ്കിൽ നിന്ന് പണമെടുക്കുന്ന ബാങ്കുകൾ ഉയർന്ന പലിശ നൽകേണ്ടി വരും. അപ്പോൾ ചിലവ് കൂടുന്നതിനാൽ റിസർവ് ബാങ്കിൽ നിന്ന് പണം വാങ്ങുന്നത് ബാങ്കുകൾ കുറയ്ക്കും. അതോടെ ബാങ്കുകൾ നൽകുന്ന വായ്പകളും കുറയ്ക്കും. ഇതിനോടൊപ്പം ജനങ്ങളുടെ കയ്യിലെ പണലഭ്യതയും കുറയും. ഉപഭോഗവും അതിനനുസരിച്ചുള്ള ഡിമാൻഡും കുറയുന്നതോടെ വിലക്കയറ്റം കുറയും. റിപ്പോ നിരക്ക് ഉയർന്നു നിൽക്കുന്നത് സാധാരണക്കാരന് ഗുണകരമല്ല. ബാങ്കുകൾക്ക് ഉണ്ടാകുന്ന ഉയർന്ന ചിലവിന് ആനുപാതികമായ പലിശ വർധന ഉണ്ടാകുന്നത് ജനങ്ങളെയും ബാധിക്കും. ഇത്തരത്തിൽ റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് മൂലം പണം വിപണിയിലെത്തുന്നത് വഴി സാമ്പത്തിക വളർച്ചാ നിരക്ക് ഉയരുകയും ചെയ്യും. ഇനി ഈ കുറവുകൾ ഒരു ലോൺ എടുക്കുന്നവർക്ക് എങ്ങനെ ഗുണകരമാകും എന്നൊരു കണക്ക് നോക്കാം. 20 വർഷ കാലാവധിയിൽ 25 ലക്ഷം രൂപ ലോൺ എടുക്കുന്നവർക്ക് ഇപ്പോൾ നൽകി വരുന്ന 9% നിന്ന് 8.75% കുറയുമ്പോൾ പ്രതിമാസം 400 രൂപയും വർഷത്തിൽ 4,800 രൂപയും പലിശ ഇനത്തിൽ കുറയും. 20 വർഷ കാലയളവിൽ 40 ലക്ഷം ലോൺ എടുക്കുന്നവർക്ക് പ്രതിമാസം 641 രൂപയും വർഷത്തിൽ 7,692 രൂപയും കുറയും. 25 വർഷ കാലയളവിൽ 50 ലക്ഷം ലോൺ എടുക്കുന്നവർക്ക് പ്രതിമാസം 853 രൂപയും വർഷം 10,236 രൂപയും കുറയും. 30 വർഷ കാലയളവിൽ 60 ലക്ഷം ലോൺ എടുക്കുന്നവർക്ക് പ്രതിമാസം 1,075 രൂപയും പ്രതിവർഷം 12,900 രൂപയും കുറയും. ഇതിനോടൊപ്പം ബാങ്ക് ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കുവാൻ ബാങ്കുകൾക്കും മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾക്കും പ്രത്യേക വെബ് ഡൊമൈൻ കൊണ്ടുവരുവാൻ പോകുകയാണ്. ഇനി മുതൽ ബാങ്കുകളുടെ വെബ്സൈറ്റുകൾക്ക് bank.in എന്നും മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾക്ക് fin.in എന്നും 2 ഡൊമൈനുകളാണ് അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഗുണമെന്തെന്നാൽ ഈ ഡൊമൈൻ അഡ്രസ്സ് നോക്കി അത് ഒറിജിനലാണോ വ്യാജനാണോ എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയുവാൻ കഴിയും എന്നതാണ്. ഇതുകൂടാതെ അന്താരാഷ്ട്ര ഇടപാടുകളിൽ തട്ടിപ്പുകൾ കുറയ്ക്കുവാൻ കാർഡ് നേരിട്ട് ഉപയോഗിക്കാതെ നടത്തുന്ന ഇടപാടുകളിൽ ഒറ്റത്തവണ പാസ്വേഡ് അല്ലെങ്കിൽ ബയോമെട്രിക് തിരിച്ചറിയൽ എന്നിവ കൊണ്ടുവരുവാനും നടപടി ഉണ്ടാകുകയാണ്. എന്തായാലും റിസർവ് ബാങ്കിൻ്റെ ഈ തീരുമാനം ജനങ്ങൾക്ക് വളരെയധികം ഗുണകരമാണ്. നിങ്ങളുടെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുകയാണ്. ഫോളോ ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയർ എന്നിവ നൽകുക.